ഈസ്റ്റ് ഏരിയ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കൽ ടൗണിൽ ശുചിത്വ സന്ദേശ ഘോഷയാത്രയും ടൗൺ ശുചീകരണവും നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഈസ്റ്റ് ഏരിയ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കൽ ടൗണിൽ ശുചിത്വ സന്ദേശ ഘോഷയാത്രയും ടൗൺ ശുചീകരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു. രാജ്യമെന്നും ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. 1869 ഒക്ടോബർ 2-ാം തീയതി ജനിച്ച ഗാന്ധിജി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി പോരാട്ടങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ഈ ലോകത്ത് ഇന്നുവരെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനും സാധിച്ചിട്ടില്ല. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മേഴ്സി മാണി, പ്രശാന്ത് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ തേജസ് ഷിൻഡോ, VB ബാലചന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ മധു മടിക്കൈ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു തോമസ്, മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ ജോസഫ്, PTA പ്രസിഡന്റ് ഷാജി തോണക്കര, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോയ്ച്ചൻ മച്ചിയാനി, പഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ്, റോജി ജോം എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു ദിവസമാണ് ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ഗാന്ധിയെ അനുസ്മരിക്കുക എന്നുള്ളത്. കാരണം സമൂഹത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾ, ഗാന്ധിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പുതിയ തലമുറയെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ആ ആദർശങ്ങൾ മനസ്സിൽ അടിയുറയ്ക്കേണ്ടത്. ജനപ്രതിനിധികൾ, തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റെഡ് ക്രോസ്, ലിറ്റിൽ കാറ്റ്സ് വോളണ്ടിയർമാരും, ഹരിതകർമ്മസേന, ആശ, ആരോഗ്യ പ്രവർത്തകരും, തൊഴിലുറപ്പ് തൊഴിലാളികളും, പോലീസ് ഉദ്യോഗസ്ഥരും, വ്യാപാരികൾ, ഓട്ടോ ടാക്സി, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവരും റാലിയിലും ശുചീകരണത്തിലും പങ്കാളികളായി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.